വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. കേവലം 2 തവണ പ്രീമിയത്തിൽ ജീവിതകാലം മുഴുവൻ 10% ഇൻട്രസ്റ്റിൽ റിട്ടേൺ നൽകുന്നതോടൊപ്പം നമ്മുടെ വാർഷിക പ്രീമിയത്തിന്റെ 7 ഇരട്ടിയിലധികം നമുക്ക് കവറേജ് നൽകുന്ന നല്ലൊരു ATM പോളിസിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും ഇന്നത്തെ വീഡിയോ മിസ്സാക്കരുത്, കാരണം അത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളതും ഗുണമുള്ളതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ സ്ലൈഡിന്റെ ഹെഡിങ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പേ ലിമിറ്റഡ് ആൻഡ് ഗെറ്റ് അൺലിമിറ്റഡ്. നമ്മൾ ലിമിറ്റഡ് ആയിട്ട് പേയ്മെന്റ് നടത്തിക്കൊണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പേയ്മെന്റ് ഉറപ്പുവരുത്തുന്ന ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം 2 തവണയാണ് നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. നമുക്ക് തിരിച്ചു കിട്ടുന്നതാകട്ടെ ലൈഫ് ലോങ് ആയിട്ട് ജീവിതകാലം മുഴുവനും 10% ഇൻട്രസ്റ്റിൽ നമുക്ക് ലൈഫ് ലോങ് റിട്ടേൺ ആണ് ഈ ഒരു പോളിസി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ വാർഷിക പ്രീമിയത്തിന്റെ 7 ടൈംസ് ആണ് നമുക്ക് ഇവിടെ കവറേജ് കിട്ടുക. അത് മാത്രമല്ല, നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസും കൂടെ ഈ ഒരു പോളിസിയുടെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 7 ടൈംസ് കവറേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇയർലി 5 ലക്ഷം വെച്ചിട്ടാണ് അടയ്ക്കണമെങ്കിൽ അതിന്റെ 7 ഇരട്ടിയാണ്. ഏകദേശം 35 ലക്ഷം രൂപയുടെ കവറേജ് ആണ് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നത്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നോമിനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമ്മളത് സറണ്ടർ ചെയ്താൽ നമുക്ക് ആ ഒരു കവറേജ് എടുക്കാനായിട്ട് പറ്റും. ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സം അഷ്വേർഡിന്റെ ഓരോ 1000 രൂപയ്ക്ക് 40 രൂപ നിരക്കിലാണ് നമുക്ക് ഇവിടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുക. അപ്പോൾ ഒരു 10 ലക്ഷത്തിന്റെ പോളിസി ആണെങ്കിൽ 40,000 രൂപയായിരിക്കും നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആയിട്ട് ഫസ്റ്റ് ഇയർ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. അത് 1 കോടിയുടെ പോളിസി ആണെങ്കിൽ 4 ലക്ഷം രൂപ വെച്ചായിരിക്കും നമുക്ക് ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുക. ഇത് കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് പറയുന്നത് ഇതൊരു ATM പോളിസിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ATM പോളിസി ആയിട്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് ഇതിന്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് ഇതിന്റെ റിട്ടേൺസ് എടുക്കാം. ഒന്ന്, അതിന്റെ നോർമൽ റുട്ടീനായിട്ട് നമുക്ക് എല്ലാ വർഷവും ഇതിന്റെ റിട്ടേൺസ് റെഗുലർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻവലിച്ചുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫണ്ടിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ആവശ്യം വരുമ്പോഴും എടുക്കാനായിട്ട് ഒരു ഫ്ലെക്സി ഓപ്ഷനകത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ അതിന്റെ ഒരു സവിശേഷത എന്നുള്ളത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 5.5% വെച്ച് ലൈഫ് ലോങ് നമുക്കിത് കിട്ടും. അപ്പൊ ഈ 5.5% എന്ന് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കും, ആകെ ഒരു 5.5% അല്ലേ കിട്ടണം, എന്തിനാ ഇതിനു വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ അതൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല വലിയൊരു എമൗണ്ട് ആയിട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. പിന്നെ 5 എന്നുള്ളത് നമ്മൾ ഒരിക്കലും പുച്ഛിച്ച് തള്ളേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, നമ്മുടെ സാധാരണ ബാങ്ക് SBK നമുക്ക് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 3.5-4%. പിന്നെ ഞാൻ പഴയ വീഡിയോയിൽ സൂചിപ്പിക്കാറുണ്ട്, നമുക്കറിയാം ഇന്ത്യ ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക അവിടെയൊക്കെ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത്. ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, UK വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ കാനഡയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇവരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക ഞാൻ പറയുന്ന ഫാക്ട്സ് കറക്റ്റ് ആണോ എന്നുള്ളത്. അവിടെയൊക്കെ എത്രത്തോളം ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത്. 1% അല്ലെങ്കിൽ 0.5% അല്ലെങ്കിൽ 0, പല രാജ്യങ്ങളിലും മൈനസിലാണ് കിടക്കണേ. അപ്പോ അതൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പൊ ഇന്ത്യ ഓൾറെഡി ആ ഒരു പാതയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലത്തെ സ്ഥിതിയും ഭാവിയിൽ അങ്ങനെ തന്നെയായിരിക്കും, യാതൊരു സംശയവും അതിനകത്തില്ല. കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഇന്ത്യയിലും വരുള്ളൂ. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇന്ത്യക്ക് മാത്രമായിട്ട് അങ്ങനെ മാറി നിൽക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 5.5% ഇൻട്രസ്റ്റ് ലൈഫ് ലോങ് ആണ്. മരിക്കുന്നവരെ നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 5.5% തന്നെ കിട്ടും. ഇനി നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകളിൽ കുറഞ്ഞാലും നമുക്ക് ഈ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, കാരണം ഇത് സോവറിൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കണം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഗ്യാരണ്ടിയോട് കൂടി നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ മാറി നിൽക്കേണ്ട ആവശ്യം? കാരണം നമുക്ക് ആ ഒരു ഗ്യാരണ്ടി ലൈഫ് ലോങ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എപ്പോ ക്യാഷ് ആവശ്യം വന്നാലും നമുക്കിത് വിത്ഡ്രോ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ എത്ര എമൗണ്ട് അതിനകത്ത് എടുക്കുന്നുണ്ടോ അതിന്റെ മുകളിൽ 5.5% വെച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആഡ് ഓൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി ഇതിന്റെ മറ്റൊരു ഓപ്ഷനാണ്, അതായത് നമുക്ക് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇത് കയറുന്ന ഈ എമൗണ്ടിനകത്തുനിന്ന്, അക്യുമുലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ടിനകത്തുനിന്ന് 75% എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്താൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരും. നമുക്ക് അധികം വെയിറ്റിംഗ് പീരീഡ് ഒന്നുമില്ല. നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ വിത്തിൻ 24 hours നമുക്ക് ആ എമൗണ്ട് കിട്ടും. റെഗുലർ ആയിട്ട് വാങ്ങുന്നവരെ സംബന്ധിച്ച് നോക്കേണ്ട ആവശ്യമില്ല, അത് റെഗുലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഫ്ലെക്സി ഓപ്ഷൻ ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
പിന്നെ ഒരു ഫിനാൻഷ്യൽ ഒരു പോളിസി ഇയറിനകത്ത് നമുക്ക് ഒരു തവണയാണ് ഇതുപോലെ വിത്ഡ്രോവൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ വിത്ഡ്രോവൽ കഴിഞ്ഞ് നിൽക്കുകയാണ്, നമുക്കൊരു എമർജൻസി ഫണ്ടിന്റെ ആവശ്യം വന്നു, നമ്മുടെ കയ്യിൽ വേറെ ഫണ്ടൊന്നും എടുക്കാനില്ലെങ്കിൽ നമുക്കൊരു എമർജൻസി ക്യാഷ് ഓപ്ഷനും അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് നമുക്ക് ഇയർലി കിട്ടുന്നത് 1 lakh വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ഒരു 5 ടൈംസ് ഒരു 5 lakh വെച്ച് നമുക്ക് റിക്വസ്റ്റ് കൊടുത്ത ഉടനടി എമർജൻസി ക്യാഷ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഒരു എമർജൻസി ക്യാഷ് ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ഇതിന്റെ ഡെത്ത് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ വാർഷികമായിട്ട് അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ 7 ഇരട്ടി കവറേജ് നമുക്ക് ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഗ്യാരണ്ടീഡ് അഡീഷൻസും നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി ക്രെഡിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു വലിയൊരു എമൗണ്ട് നമ്മുടെ നോമിനിക്ക് എന്തായാലും തിരിച്ചു കിട്ടും. അതിനും ഗ്യാരണ്ടി ഉണ്ട്, അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഒന്നിച്ച് വാങ്ങണ്ട, അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അടുത്തൊരു 15 വർഷത്തേക്ക് കൂടെ എല്ലാ മാസവും സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം നമ്മുടെ നോമിനിക്ക് കിട്ടും. അപ്പൊ ഈ രീതിയിലും ഇത് കൺവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ കാണിക്കുന്നത് 3G പോളിസിയാണ്. ഞാൻ ഓൾറെഡി മറ്റു വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. 3 ജനറേഷൻ പോളിസി എന്നാണ് 3G പോളിസി കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ അതെങ്ങനെയാണ് എടുക്കണേന്നുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ടാവും. എന്റെ മുൻപ് എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതറിയാം. അതായത് കുട്ടികളുടെ പേരിൽ ഇത് എടുക്കാം. കാരണം ഇതിന്റെ ഏജ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏജ് എന്നുള്ളത് 3 മാസം മുതൽ 65 വയസ്സ് വരെയാണ്. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോളിസിയാണ് ഇതെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ തന്നെ പറയാൻ സാധിക്കും. 18ാമത്തെ വയസ്സ് മുതലാണ് ഇതിന്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് 18ാമത്തെ വയസ്സിന്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മുടെ കുട്ടികൾ +2 ഒക്കെ കഴിഞ്ഞ് നല്ല ഏതെങ്കിലും കോഴ്സ് എടുത്ത് ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമയമാണ് 18ാമത്തെ വയസ്സ്. അപ്പൊ ആ ഒരു ഏജിൽ നമുക്ക് ഇതിന്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് എത്രത്തോളം എമൗണ്ട് ഇയർലി നമുക്ക് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ട വരും, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ അതിനനുസരിച്ച് ഒരു പോളിസി ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ സമയത്ത് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപേക്ഷിക്കാനും അല്ലെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാനും വേണ്ടി ഓടി നടക്കേണ്ട ഒരു ആവശ്യം നമുക്ക് ഒരിക്കലും വരില്ല. അപ്പൊ നമ്മൾ പാരന്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ഒരു പോളിസി എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, കുട്ടി പഠിക്കാൻ നല്ല ബ്രൈറ്റ് ആണെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പുകൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ സ്കോളർഷിപ്പ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എമൗണ്ടിന്റെ ആവശ്യം വരില്ല. അപ്പൊ നമ്മൾ ഇത് ഫ്ലെക്സി ഓപ്ഷനിൽ അവിടെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവറി ഇയർ നമുക്ക് 5.5 ഇൻട്രസ്റ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കുട്ടിയുടെ പഠിപ്പിന് ശേഷം അവരുടെ ഒരു മാരേജ് വരുമ്പോൾ നമുക്ക് ഈ ഫണ്ട് എടുത്ത് ആ മാരേജിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം. പിന്നീട് അവിടെ അക്യുമുലേഷൻ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ വർഷവും ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു കൊച്ചായി അതിന്റെ ഒരു മാമോദീസയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അപ്പോഴും നമുക്കിവിടെ ഫണ്ട് പിൻവലിക്കാം. അപ്പൊ എന്ത് ആവശ്യം വന്നാലും നമുക്കൊരു ATM പോയിട്ട് നമ്മൾ പൈസ എടുക്കുന്ന ലാഘവത്തോടെ നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്താൽ ഇതിനകത്ത് നിന്ന് ഈ പൈസ അവൈലബിൾ ആണ്. യാതൊരു തടസ്സമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഫണ്ട് പിൻവലിക്കാനായിട്ട് പറ്റും. ഇനി 3 ജനറേഷൻ പോളിസി എന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് കുട്ടികളുടെ പേരിൽ പോളിസി എടുത്തിട്ട് പാരന്റിന് വേണമെങ്കിൽ ഇത് അസൈൻ ചെയ്ത് വാങ്ങാനായിട്ട് പറ്റും. അപ്പൊ അസൈൻ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ റിട്ടേൺസിന് പിന്നെ അവകാശമുള്ളത് പാരന്റിനാണ്. അപ്പൊ 18ാമത്തെ വയസ്സ് മുതൽ ഇതിന്റെ റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരന്റിന് ലൈഫ് ലോങ് അവരുടെ റിട്ടേൺസ് എടുത്തുകൊണ്ടിരിക്കാം. അപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ച് വേറെ വരുമാന മാർഗം ഇല്ലെങ്കിൽ ഇതൊരു വരുമാന മാർഗമായിട്ട് അവർക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേറെ വരുമാന മാർഗം ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ടൂർ പോകാനോ അങ്ങനെയുള്ള അവരുടെ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കാം. ഈ പാരന്റിന്റെ കാലശേഷം ഈ പോളിസി എടുത്തിരിക്കുന്നത് കുട്ടി ആയതുകൊണ്ട് കുട്ടിക്കാണ് പിന്നീട് ഇതിന്റെ റിട്ടേൺസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. 10% ഇൻട്രസ്റ്റിൽ അവർക്ക് ലൈഫ് ലോങ് ഇതിന്റെ റിട്ടേൺസ് വന്നുകൊണ്ടിരിക്കും. അവരുടെ കാലശേഷം അവരുടെ നോമിനി വെക്കുന്നത് ആരാണ്? പേരക്കുട്ടികളാണെങ്കിൽ അവർക്കായിരിക്കും പിന്നീട് ഈ ഒരു ലൈഫ് കവർ ഡെത്ത് മെച്യൂരിറ്റി എമൗണ്ട് അവർക്കായിരിക്കും കിട്ടുക. അപ്പൊ 3 ജനറേഷൻ, അതായത് കുട്ടിയുടെ അച്ഛന് കുട്ടിക്ക് എന്നുള്ള ഒരു ലെവലിൽ 3 ജനറേഷന് വരെ നമുക്ക് ഇതിന്റെ റിട്ടേൺസ് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ആകെ 2 തവണയാണ് നമുക്ക് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതോടുകൂടി നമ്മുടെ പേയ്മെന്റ് കഴിഞ്ഞു. പിന്നീട് കിട്ടുന്നതെല്ലാം ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും. കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ റിട്ടേൺസ് പല രീതിയിൽ വരുമ്പോൾ പാരന്റിന് അവർക്ക് അതെടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, പിന്നീട് കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അവരുടെ കുട്ടിക്ക് വരെയും ഇതിന്റെ റിട്ടേൺസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോഴും നമ്മൾ അടയ്ക്കേണ്ടത് 2 തവണ അടച്ചാൽ മതി. സത്യത്തിൽ ഈ പോളിസിയുടെ മിനിമം പേയ്മെന്റ് വരുന്നത് 5 ഇയർ ആണ്. നമ്മളൊരു സ്പെഷ്യൽ ലിമിറ്റഡ് പേയ്മെന്റ് ഓപ്ഷൻ വഴിക്കാണ് ഈ 2 ടൈംസിൽ നമ്മുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ചെറുപ്പക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ 65 വയസ്സ് വരെ നമുക്ക് ഇത് എടുക്കാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല. അപ്പൊ ഏജ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട്സ് വരുന്നതുകൊണ്ട് തന്നെ മെഡിക്കൽ പോലെയുള്ള കാര്യങ്ങൾ വരും.
അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 10% ഇൻട്രസ്റ്റ് എന്നുള്ളത് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഇന്നത്തെ ഒരുപാട് ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇങ്ങനെ ഓടിക്കേറി പോകുന്നത് കാണാറുണ്ട്. പക്ഷെ അതിന്റെ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയിട്ടാണോ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓടുന്നത് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, പലരും നമുക്ക് ഇങ്ങനെ ഫീഡ്ബാക്ക് തരാറുണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ട് അല്ലേ ഇതിനേക്കാളും നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ മ്യൂച്വൽ ഫണ്ട്, ഏത് മ്യൂച്വൽ ഫണ്ടാണ് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ഈ 10% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്റെ അറിവിൽ ഇല്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ആയിട്ട് അതൊന്ന് രേഖപ്പെടുത്തിയാൽ ഉപകാരമായി. കാരണം ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരിക്കലും മാറ്റം വരാതെ 10% ഇൻട്രസ്റ്റ് ലൈഫ് ലോങ് മരിക്കുന്നവരെയും ഏത് മ്യൂച്വൽ ഫണ്ട് തരും എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായി. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഇത് കിട്ടുന്നു. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ലൈഫ് ലോങ് ഇൻഷുറൻസ് കവറേജ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. അല്ല, നമ്മൾ ജീവിച്ചിരിക്കണമെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഇത് എടുക്കാം. ഇനി അതല്ല, നമുക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇത് സറണ്ടർ ചെയ്താൽ നല്ലൊരു എമൗണ്ട് നമുക്ക് അപ്പോഴും ക്ലോസ് ചെയ്തെടുക്കാം. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് ലിക്വിഡിറ്റി ഓപ്ഷൻസ് ഉണ്ട്. ഇനി എമർജൻസി ക്യാഷ് വേണമെങ്കിൽ നമുക്ക് SB കിട്ടുന്നതിന്റെ 5 ടൈംസ് നമുക്ക് അത് എമർജൻസി ക്യാഷും എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഡെത്ത് സെറ്റിൽമെന്റ് ഓപ്ഷൻ ഉണ്ട്. 3G പോളിസി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ നല്ലൊരു പോളിസി എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് പറ്റും. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അതിന്റെ റിസ്ക് നമുക്കറിയാം. മ്യൂച്വൽ ഫണ്ടിന്റെ ഒരുപാട് ആഡുകൾ നമ്മൾ പേപ്പറിലും ടിവിയിലൊക്കെ കാണാറുണ്ട്. ഏത് ആഡ് ആണെങ്കിലും, ടിവിയിലുള്ള ആഡ് ആണെങ്കിലും പേപ്പറിലുള്ള ആഡ് ആണെങ്കിലും അടിയിൽ കൊടുത്തിട്ടുണ്ടാവും, അതായത് വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് ഇത് വിധേയമാണ്. അതുകൊണ്ട് ഏറ്റവും ഹൈ റിസ്ക് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. അപ്പൊ ലോങ് ടൈമിലേക്ക് നല്ല റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പറയുന്നവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര ശതമാനം ഇൻട്രസ്റ്റിൽ നമുക്ക് ഇത് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന, ലൈഫ് ലോങ് കിട്ടുന്ന എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഇൻട്രസ്റ്റ് എപ്പോൾ വേണമെങ്കിലും, അതായത് മ്യൂച്വൽ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും മുകളിലേക്കും പോവാം, താഴേക്കും പോകാം. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വല്ലാണ്ട് ഇടിയുന്നു, അതിനനുസരിച്ച് കയറി പോകുന്നു. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ ആയിരിക്കും. ലോങ് ടൈമിലേക്ക് റിട്ടേൺസ് നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭാവിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന സേവിങ്സിന്റെ ചെറിയൊരു പാർട്ടി മ്യൂച്വൽ ഫണ്ടിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നീടുള്ള നല്ലൊരു സെഗ്മെന്റ് പാർട്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഗ്യാരണ്ടീഡ് പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേപ്പർ തുറന്നാൽ എല്ലാ ദിവസവും ഓരോ ഫിനാൻസ് പൊളിഞ്ഞതിന്റെ ന്യൂസുകൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഓഫർ ചെയ്തിട്ടാണ് ആളുകൾ അതിനകത്ത് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആക്രാന്തം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് റിട്ടേൺസ് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അതിനകത്തൊക്കെ ഒരുപാട് പാവങ്ങൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടിട്ട് ആ സ്ഥാപനം പൊളിയുമ്പോൾ തിരിച്ചൊന്നും കിട്ടാതെ അവര് കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ ഓരോ ദിവസവും പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസുകളിലൂടെ നമ്മളത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പൊളിയുന്നു, അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ പൊളിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെന്റ് ഒരു സോവറിൻ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത്. ഈവൻ LIC പൊളിഞ്ഞാൽ പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇതിന് ഗ്യാരണ്ടി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ റിട്ടേൺ അവർ തരും. അപ്പൊ അതുകൊണ്ട് അത്രയും വിശ്വാസ്യതയോട് കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് LIC എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ണടച്ച് മാറ്റി നിർത്തരുത്. അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഒരു ചെറിയ സെഗ്മെന്റിന്റെ പ്രാധാന്യം കൂടെ പറഞ്ഞ് ഞാൻ അടുത്തൊരു സ്ലൈഡിലേക്ക് കയറാം. അതായത് നമുക്കറിയാം, ഞാൻ മുമ്പും റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതായത് നമ്മൾ മലയാളികള് നമ്മൾ സാധാരണ വണ്ടിയുടെ ഇൻഷുറൻസ് കൃത്യമായിട്ട് അടച്ചു പോകാറുണ്ട്. കാരണം വല്ല പോലീസ് ചെക്കിങ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അത് എടുത്ത് കറക്റ്റ് റിന്യൂ ചെയ്ത് പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം ഈ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി മിക്കവരും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കാറുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബില്ലാവുമെന്ന് നമുക്ക് അറിയാം. നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് ബില്ലാവും. അപ്പൊ അതുകൊണ്ട് മിക്കവരും എടുത്തു തുടങ്ങി. നമ്മൾ ആ ഒരു മുമ്പത്തെ ഒരു ട്രെൻഡ് മാറി തുടങ്ങി. ആദ്യം പറയുമ്പോൾ ആളുകൾക്ക് അത്ര ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡ് വൈഫ് 2 കുട്ടികള് ഉള്ള ഒരു ഫാമിലി, അതിൽ ഹസ്ബൻഡിന് മാത്രമാണ് ജോലിയുള്ളെങ്കിൽ ആ വ്യക്തിയുടെ ഒരു അഭാവത്തിൽ ആ ഫാമിലിക്ക് നേരിടാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നുള്ളത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. നമുക്കറിയാം ഇന്നത്തെ എഡ്യൂക്കേഷന്റെ ചെലവും നമ്മുടെ സാധനങ്ങളുടെ വിലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻകം വരുന്ന ഒരു വ്യക്തിയുടെ ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ അവർ സർവൈവ് ചെയ്യും എന്നുള്ള ഒരു കാര്യം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ ഒക്കെ മുൻപിലുണ്ട്. ചിലപ്പോൾ ഹസ്ബൻഡിനും വൈഫിനൊക്കെ ജോലി ഉണ്ടാവും, എങ്കിലും അവര് രണ്ടുപേരും ഇത് എടുത്തു വെക്കുക. കാരണം നമുക്കറിയാം പേപ്പർ തുറന്ന ഇന്ന് ഫുൾ അപകടങ്ങളാണ്, ആക്സിഡൻസ് ഒരുപാടുണ്ട്, പലതരത്തിലുള്ള അസുഖങ്ങള്. അപ്പൊ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി എന്നുള്ളത് ഒരു ഗ്യാരണ്ടീഡ് ഇല്ലാത്ത കാര്യമാണ്.
അപ്പൊ നമ്മുടെ ഒരു ആബ്സെൻസ് വന്നാലും നമ്മുടെ ഫാമിലി സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് കവറേജ് നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക. അത് LIC തന്നെ എടുക്കണമെന്ന് ഞാൻ പറയില്ല, ഏതെങ്കിലും കമ്പനിയുടെ എടുത്താലും മതി. പക്ഷെ നിങ്ങൾക്ക് ഇത് ക്ലെയിം ആയിട്ട് കിട്ടാൻ വേറെ തടസ്സമില്ലാതെ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ LICയിൽ തന്നെ നിക്ഷേപിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് തടസ്സമില്ലാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ആ എടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്ക് ആ ക്ലെയിം സെറ്റിൽമെന്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാനാണ്. ഇനിയിപ്പോൾ ഈ 2 തവണ അടച്ച് അത്രയും നമുക്ക് പ്രീമിയം ഇല്ല, പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ടേം കൂട്ടിയെടുക്കാം. 5 വർഷം മുതൽ 16 വർഷം വരെ നമുക്ക് ഇതിന്റെ ടേം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടേം കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം കുറയും. അപ്പോൾ പൈസ ഉള്ളവരെ സംബന്ധിച്ച് നേരത്തെ അടയ്ക്കാം, അല്ലാത്തവരെ സംബന്ധിച്ച് നമുക്കിത് കൂട്ടി അടയ്ക്കാം. 5, 6, 7, 8 ഈ ടേം എടുക്കുന്നവർക്ക് 11ാമത്തെ വർഷം മുതലാണ് ഇതിന്റെ റിട്ടേൺസ് കിട്ടുക. ബാക്കിയുള്ള വർഷങ്ങളൊക്കെ ഒരു 3 വർഷം വെച്ച് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. 10% നമുക്ക് ഉമ്മങ് എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതിനകത്ത് 8% ആണെങ്കിൽ ഇവിടെ 10% വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കവറേജും നമുക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരിക്കലും എടുക്കാത്ത, അതായത് ഒരു ടേം പ്ലാനോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കാത്ത വ്യക്തികൾ നിർബന്ധമായിട്ടും ഈ ഒരു പോളിസി എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരെ അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ ഹെഡിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് എപ്പോ പൈസ നമുക്ക് വേണം എന്നുള്ളത് കസ്റ്റമറിന് തീരുമാനിക്കാം. അതുപോലെ തന്നെ എത്ര പൈസ വേണം എന്നുള്ളതും കസ്റ്റമറിന് തന്നെ തീരുമാനിക്കാം. വേറെ ഒരു പോളിസിയുടെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു ഇത്ര എമൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. അല്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് അപ്പൊ ടൈം നമുക്ക് തീരുമാനിക്കാം, എമൗണ്ട് നമുക്ക് തീരുമാനിക്കാം. ഇത് വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് കലറിയെ സംബന്ധിച്ച് പലപ്പോഴായിരിക്കും പൈസ ആവശ്യം ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുക, മുകളിലത്തെ ഒരു ലൈനിനകത്ത് സമ്മേഷോടെ കാണിച്ചിരിക്കുക 10 ലക്ഷം, 20 ലക്ഷം, 30, 40, 50 ഇങ്ങനെയുള്ള 5 ഉദാഹരണങ്ങളാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുക. അപ്പൊ ഇതിനകത്ത് താഴേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ട്, അതായത് യൂഷ്വലി നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് അതിന്റെ 10% 1 ലക്ഷം വെച്ചിട്ടാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുക. ഇനി നമുക്ക് ഈ 1 വർഷം കഴിഞ്ഞിട്ട് വേണ്ട, ഇപ്പൊ നമുക്കൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫണ്ടിന് ആവശ്യമുള്ളൂ, അതുവരെ അത് അവിടെ കിടന്നോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 എന്നുള്ളത് 1.25 ലക്ഷം രൂപയായിട്ട് നമുക്ക് ലൈഫ് ലോങ് കിട്ടും. ഇനി അതല്ല ഒരു 10 വർഷം വരെ നമുക്ക് ജോലിയുണ്ട്, വേറെ വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് 10 വർഷം കഴിഞ്ഞിട്ട് റിട്ടേൺസ് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളത് ഈ 1 ലക്ഷം കിട്ടുന്നിടത്ത് നമുക്ക് 1.63 1.63 ലാക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഒരു 15 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 2.14, 20 ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 2.84, 25 ഇയർ കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 3.73, 30 ഇയേഴ്സ് കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് റിട്ടേൺസ് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇത്രയും വർഷം വെയിറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ എന്തിനത് എടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പലരുടെയും നീഡ് പലതായിരിക്കും. ചിലപ്പോൾ നല്ല വരുമാനമുള്ള വ്യക്തികളായിരിക്കും, അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 30ാമത്തെ വയസ്സിലാണ് ഈ പോളിസി എടുക്കണമെങ്കിൽ, ഗവൺമെന്റ് സെക്ടറിലുള്ള ആളെ സംബന്ധിച്ച് 60 വയസ്സ് വരെ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഇൻകം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ഇൻകം മതി എന്നുള്ള റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് ഇതിന്റെ റിട്ടേൺസ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അവർക്ക് അത് പ്ലാൻ ചെയ്യാം. അപ്പോഴും നമുക്ക് ഈ ഫണ്ട് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഫ്ലെക്സി അക്കൗണ്ടിൽ അത് അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഫണ്ടിന് ആവശ്യം വന്നാൽ അപ്പൊ പോയിട്ട് ഇത് പിൻവലിക്കാം, യാതൊരു തടസ്സവും നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞാനിതൊരു കാൽക്കുലേഷൻ കാണിച്ചെന്നാണ്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം കൃത്യമായിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടുന്ന ഫിഗർ ആണ്. ഞാനത് എഴുതി നമുക്ക് അത്രയും ഗ്യാരണ്ടി തരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഫിഗേഴ്സ് ഇത്രയും ക്ലിയർ ആയിട്ട് അവിടെ കാണിച്ചിരിക്കുക. ഇനി 20 ലാഖിന്റെ കേസിൽ വരുമ്പോൾ അവരുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുക അതിന്റെ 10% 2 ലക്ഷം വെച്ചിട്ടാണ്. ഇനി 5 ഇയർ വെയിറ്റ് ചെയ്താൽ 2.48 2.5 ലക്ഷം വെച്ച് അവർക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 3.25 ലക്ഷം രൂപ വെച്ച് കിട്ടും. അതങ്ങനെ കൂടി 30 വർഷം വരെ വെയിറ്റ് ചെയ്താൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് അവർക്ക് റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയർ കിട്ടുന്നത് 2 ലാഖ് ആണെങ്കിൽ 30 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു 10 ലക്ഷം രൂപ വെച്ച് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് ലോങ് അത് കിട്ടും. ഇനി 30 ലാഖിലേക്ക് വരുമ്പോൾ അതിന്റെ 10% ആയിട്ട് നമുക്ക് കിട്ടുക 3 ലാഖ് ആണ്. ഇനി അത് വെയിറ്റ് ചെയ്ത് 30 ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഏകദേശം 14.85 ലക്ഷം രൂപ വെച്ച് നമുക്ക് കിട്ടും. ഇനി 15 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 6.44, 10 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ 4.89. ഈ രീതിയിൽ നമുക്ക് തീരുമാനിക്കാം എത്ര എമൗണ്ട് നമുക്ക് വേണം, എത്ര വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി 40 ലാഖിന്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10% റിട്ടേൺ എന്നുള്ളത് 4 ലക്ഷം രൂപ വെച്ചാണ്. 5 വർഷം കഴിയുമ്പോൾ അത് 4.9, ഏകദേശം 5 ലക്ഷം രൂപയുടെ അടുത്തായി. 10 വർഷം കഴിയുമ്പോൾ അത് 6.5 ലക്ഷമായി. 15 വർഷം കഴിയുമ്പോൾ അത് 8.5 ലക്ഷമായി. 20 വർഷം കഴിയുമ്പോൾ അത് 11 ലക്ഷത്തിന്റെ മുകളിലേക്കായി. 25 ആവുമ്പോൾ ഏകദേശം 15 ലക്ഷമായി. 30 ആവുമ്പോൾ ഏകദേശം അത് 20 ലാഖിന്റെ അടുത്തേക്കായി. 4 ലക്ഷം എന്നുള്ളത് നേരെ 20 ലക്ഷത്തിലേക്ക് വന്നു. ഇനി 50 ലാഖ് കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുവൽ റിട്ടേൺ എന്നുള്ളത് 5 ലാഖ് ആണ്. നമുക്കത് വെയിറ്റ് ചെയ്ത് 5 ഇയർ വെയിറ്റ് ചെയ്താൽ നമുക്ക് അന്ന് 6.21, 10 ഇയർ വെയിറ്റ് ചെയ്താൽ 8.15,
അതുപോലെ തന്നെ 15 ഇയർ വെയിറ്റ് ചെയ്യുമ്പോൾ 10.72, ഇനി അത് 30 ഇയർ വരെ വെയിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 24-25 ലക്ഷത്തിന്റെ അടുത്തായിട്ട് നമുക്ക് എല്ലാ വർഷവും തിരിച്ചു കിട്ടും. അപ്പൊ ഇത് ഗ്യാരണ്ടീഡ് റേറ്റ്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുക. ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് കാണിക്കുന്ന ഒരു റേറ്റ് അല്ല, ഇത് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിനകത്ത് പലരുടെയും ആവശ്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞ ഉടനടി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. റെഗുലർ ആയിട്ട് അവർക്ക് അത് ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ആണെങ്കിൽ 1 ലക്ഷം വെച്ച് അവർക്ക് എല്ലാ വർഷവും വലിക്കാൻ യാതൊരു തടസ്സവും ആരും അവരെ നിർബന്ധിക്കുന്നില്ല. ഇനി ഫ്ലെക്സി ഓപ്ഷൻ എന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചു കുട്ടികളുടെ പേരിൽ എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഫണ്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമുക്ക് അത് അവിടെ കിടന്നോട്ടെ, അവർക്ക് വേറെ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ മതി. പിന്നെ അവർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ജോലി കിട്ടും, അപ്പോൾ അവർക്ക് ഫണ്ട് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഒരു റിട്ടയർമെന്റിന്റെ സമയത്തായിരിക്കും പിന്നീട് ഫണ്ടിന്റെ ആവശ്യം വരുള്ളൂ. അപ്പൊ അത്രയും വർഷം അവർക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മേ ബി ഒരു 20 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് അത് വേണമെങ്കിൽ സ്ഥിരമായിട്ട് വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കാം. ഇത് എവറി ഇയർ കിട്ടുന്ന റിട്ടേൺസ് ആണ് കേട്ടോ. ഇത് കൂടാതെ അവരുടെ അക്കൗണ്ടിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ബിഗ് എമൗണ്ട് വേറെ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എപ്പോ വേണമെങ്കിലും അത് പിൻവലിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. വേറെ എക്സ്ട്രാ ചാർജസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ടോട്ടൽ നമ്മുടെ ഫ്ലെക്സി അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ആണ് കിടക്കുന്നത് അതിന് 5% വെച്ച് ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കോമ്പൗണ്ടിങ് ആയതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും അതിന്റെ വാല്യൂ ഡബിൾ ആയിട്ട്, അതായത് അത്രയും സ്പീഡിൽ അത് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ റെഗുലർ ആയിട്ട് വാങ്ങുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ലാഭം നമുക്ക് മറ്റേ ഫ്ലെക്സി അക്കൗണ്ടിനകത്ത് കിട്ടും. അപ്പൊ ഫ്ലെക്സി അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് മാത്രമാണ് ഒരു ഓപ്ഷൻ പറ്റുള്ളൂ. അപ്പൊ സ്ഥിരമായിട്ട് ഇൻകം വേണമെന്നുള്ളവരെ സംബന്ധിച്ച് ആ ഒരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇതുവരെ ഇങ്ങനെയുള്ള പോളിസികൾ എടുക്കാത്തവര് നിർബന്ധമായിട്ടും ഇതുപോലെയുള്ള പോളിസികൾ എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലൈഫ് ഇൻഷുറൻസിന് അത്രയും പ്രാധാന്യം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ എന്തുകൊണ്ടും നമുക്ക് സ്ഥിരമായിട്ടുള്ള റിട്ടേൺസ് തരുന്ന ഒരു പോളിസി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഇതിനകത്ത് എടുത്തിടാം. പിന്നെ ഇതിന്റെ ഒരു ആഡ് ഓൺ ഫീച്ചർ എന്നുള്ളത് നമുക്കിപ്പോ ഇതിനകത്ത് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ടേം റൈഡർ ഒക്കെ നമുക്ക് എക്സ്ട്രാ എടുക്കാം. അപ്പൊ 5 ഇയർ ടേം എടുക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുള്ളൂ. ടേം റൈഡറും ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറും ഒക്കെ നമുക്ക് 35 വർഷം വരെ അതിന്റെ കവറേജ് കിട്ടും, 5 വർഷം പ്രീമിയം അടച്ചാലും. അപ്പൊ അത് 5 ഇയർ ടേമിനകത്ത് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ. ഈ 2 ഇയർ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ കവറേജ് ലൈഫ് ലോങ് കിട്ടില്ല. 5 ഇയർ എങ്കിലും എടുത്താൽ മാത്രമാണ് നമുക്ക് ആ കവറേജ് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നമുക്കത് ചൂസ് ചെയ്ത് എടുക്കാം. ഇപ്പൊ നമുക്ക് 5 വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, നമുക്ക് ടേം കൂട്ടിയെടുക്കാം. 6 വർഷം 7 വർഷം 8 വർഷം ഒക്കെ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അവർക്ക് 8 വർഷം വരെ നമുക്ക് 11ാമത്തെ വർഷം മുതൽ റിട്ടേൺസ് കിട്ടും. ഇനി 9 ആണെങ്കിൽ 12ാമത്തെ വർഷം, 10 ആണെങ്കിൽ 13ാമത്തെ വർഷം, അങ്ങനെ ഒരു 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് റിട്ടേൺസും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ലോങ് കവറേജും ഉണ്ട്, ഇൻഷുറൻസ് കവറേജും ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. എമർജൻസി ഫണ്ടിലുള്ള ആഡ് ഓൺ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് എപ്പോൾ നമുക്ക് അത്രയും ക്യാഷ് ലിക്വിഡിറ്റി ഉള്ള ഒരു പോളിസിയാണ്. പിന്നെ 10% ഇൻട്രസ്റ്റ് ലൈഫ് ലോങ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഉമങ്ങിനേക്കാൾ ആ കാര്യത്തിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്. ഇതിന്റെ മിനിമം സം അഷ്യൂർഡ് വരുന്നത് 5 ലക്ഷമാണ്. മുകളിലേക്ക് നമുക്ക് ലിമിറ്റ് ഇല്ല, അത്ര ലിമിറ്റ് ഇല്ലാണ്ട് നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും. അപ്പോ ഇതുവരെ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തൊരു പോളിസി നിർബന്ധമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് ചെയ്ത വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളാണ് താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറഞ്ഞു തരാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ആർക്കെങ്കിലും ഈ ഒരു പോളിസി എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.